GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടി. പ്രസിഡന്റിനെയും കമ്മിറ്റിയെയും അന്വേഷണ വിധേയമായി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു. നടപടി അനധികൃതമായി പണം പിരിച്ചതിന്റെ പേരിൽ. കേന്ദ്രത്തിൽ UPAയും കേരളത്തിൽ UDFും പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് KP ധനപാലൻ MP. ഡീസൽ വിലവർദ്ധനവും ഗ്യാസ് സിലിണ്ടർ നിയന്ത്രണവും രാജ്യത്തിന് വേണ്ടിയെന്ന് ധനപാലൻ. വാർത്തകൾ വിശദമായി. BJP കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. KR രഞ്ജിത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയോജക മണ്ഡലം കമ്മിറ്റിയെയും പിരിച്ചുവിട്ടു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നതാണ് രഞ്ജിത്തിനെതിരെയുള്ള ആക്ഷേപം. ഇത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിരുന്നു. KR രഞ്ജിത്തിന് പകരം ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്തോഷ് പത്മനാഭനാണ് ചുമതല നൽകിയിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ സന്തോഷ് പത്മനാഭനും പങ്കുണ്ടെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് സന്തോഷിനെയും ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. UPAയും UDFിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ പ്രയാസകരമാണെന്ന് KP ധനപാലൻ MP. സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. വാരപ്പെട്ടിയിൽ കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KP ധനപാലൻ MP. ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കേന്ദ്രത്തിലെ UPAയും കേരളത്തിലെ UDFിനെയും ഏറെ പ്രയാസപ്പെട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് KP ധനപാലൻ MP അഭിപ്രായപ്പെട്ടു. നമുക്ക് ഇപ്പോൾ UPA മുന്നണി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങൾ, UDF തന്നെ മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങൾ, ഘടകകക്ഷികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ എടുക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് UDFിന്റെ കാര്യം അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചില്ലെങ്കിലും UPAയുടെ പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. മമതയും മുലായമും BJPയും ഇടതുപക്ഷവും കോൺഗ്രസിനെ ഓരോ ഘട്ടങ്ങളിൽ സഹായിക്കുന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്നും ധനപാലൻ വിശദീകരിച്ചു. നമ്മൾ ഒരുപാട് നിയമങ്ങൾ പാസാക്കി. അതെല്ലാം UPAയുടെ മാത്രം പിന്തുണ കൊണ്ടല്ല. നമ്മൾ ഈ പൂച്ചയെ പിടിച്ച് എലിയുടെ പുറത്തിടും, എലിയെ പിടിച്ച് പൂച്ചയുടെ പുറത്തിടും. അപ്പോൾ നമ്മളിൽ നിന്ന് മമത ചാടിപ്പോകുമ്പോൾ നമ്മുടെ കൂടെ LDF വരും. നമ്മളിൽ നിന്ന് LDF ചാടിപ്പോകുമ്പോൾ ചിലപ്പോൾ BJP സഹായിക്കും, അല്ലെങ്കിൽ മുലായം സഹായിക്കും, അല്ലെങ്കിൽ ലല്ലു പ്രസാദ് സഹായിക്കും, അല്ലെങ്കിൽ മായാവതി സഹായിക്കും. ഇങ്ങനെയുള്ള ഒരു സർക്കസിലാണ് നമ്മുടെ ഗവൺമെന്റ് വ്യക്തമായ ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകുന്നത്. ഡീസൽ വില വർധനവിന്റെ കാര്യത്തിലും ഗ്യാസ് സിലിണ്ടർ വെട്ടിക്കുറച്ച കാര്യത്തിലും സ്വന്തം വീട്ടിൽ പോലും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് ധനപാലൻ പറഞ്ഞു. എന്നാൽ ഈ നടപടികൾ രാജ്യത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളെല്ലാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാം പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഇപ്പോൾ ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചു, ഗ്യാസ് 6 സിലിണ്ടറായി കുറച്ചു, FDI തീരുമാനമായി. ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ ഇവിടെ നിങ്ങളോട് അഭിപ്രായം പറയാൻ ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും എന്നെനിക്കറിയാം. അത് ഈ പാർട്ടി ക്യാമ്പായതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഭാര്യ എന്നോടൊരു അഭിപ്രായം പറഞ്ഞു ഗ്യാസിൻ്റെ എണ്ണം കുറച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഇടയിൽ ആ തീരുമാനത്തെ പാർട്ടി തീരുമാനിച്ചു, ഗവൺമെൻറ് തീരുമാനിച്ചു പോകുമ്പോൾ നമ്മൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ പോലും അതിനെ ഒരു മറുപടി കൃത്യമായി കൊടുത്തിട്ട് എൻ്റെ ഭാര്യയ്ക്ക് തൃപ്തിയായില്ല എന്നുകൂടി സാന്ദർഭികവശാൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ വീട്ടുകാര്യത്തേക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ കാര്യമാണ് എന്ന് നമ്മളൊരു വിശാല ചിന്ത നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അതില്ലെങ്കിൽ എനിക്കതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഭാര്യയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇത് നമ്മുടെ നാടിൻ്റെ കാര്യമാണ്, രാജ്യത്തിൻ്റെ കാര്യമാണ്. കോൺഗ്രസിന്റെ വാരപ്പെട്ടി മണ്ഡല സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പ് KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. R ഗോപാലകൃഷ്ണൻ, A മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് KA ജേക്കബ്, AT എബ്രഹാം, PS നജീബ്, PN വിജയൻ കുഞ്ഞി, KS സെബാസ്റ്റ്യൻ, എൽദോസ് മാത്യു, NR രാഘവൻ നായർ, ലിസി തങ്കച്ചൻ, ബിനീഷ് ബാലൻ, ഡയാന നോബി, ലീലാമ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. യുവ സ്വർണ്ണ വ്യാപാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പാവൂർ അകനാട് പുളിക്കപ്പറമ്പിൽ PK മുരളിയുടെ മൃതദേഹം ഭൂതത്താൻകെട്ട് അമ്പലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്വന്തം കാറിനുള്ളിലാണ് കാണപ്പെട്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പെരുമ്പാവൂരിലെ കാർത്തിക ജ്വല്ലറിയുടെ ഉടമയായിരുന്നു മുരളി. വെള്ളിയാഴ്ച വൈകുന്നേരം സ്ഥാപനത്തിൽ നിന്നും പോയതാണ് മുരളി. പിന്നീട് കാണാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭൂതത്താൻകെട്ട് ചെക്ക് പോസ്റ്റിന് സമീപമാണ് മുരളിയുടെ കാർ കിടന്നിരുന്നത്. കാർ സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നു. സംശയം തോന്നി ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്നവർ പോലീസിനെ അറിയിച്ചു. കുട്ടമ്പുഴ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കാറിനുള്ളിൽ മുരളിയുടെ മൃതദേഹം കാണപ്പെട്ടത്.
ബിസിനസ് സംബന്ധിച്ചുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് സ്ഥാപനം അടയ്ക്കാതെ തന്നെ മുരളി കാറിൽ കയറിപ്പോയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം കാറിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. പെരുമ്പാവൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടമ്പുഴ ഞായപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. സെന്റ് ആന്റണീസ് പള്ളി കോമ്പൗണ്ടിലടക്കം കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. കമുക്, വാഴ, കൊക്കോ തുടങ്ങിയ കൃഷികൾക്കാണ് നാശമുണ്ടായത്. സമീപകാലത്ത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായിട്ടുണ്ട്. നിരവധി കർഷകർക്ക് നഷ്ടം സംഭവിച്ചു. വീടുകൾക്ക് സമീപത്ത് വരെ കാട്ടാനകൾ എത്തുന്നത് ജനങ്ങളിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. പക്ഷി സങ്കേതത്തിൽ നിന്നുമാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത്. ആന ഒത്തിരി ഉണ്ടായിരുന്നതായ ആദായങ്ങൾ മുഴുവനും കളഞ്ഞു. ഇനി കൊക്ക, അരക്കാമരം ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വാഴ ഇങ്ങനെയുള്ളതായ സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. വനാതിർത്തിയിലെ വൈദ്യുതി കമ്പിവേലി തകർന്നതാണ് ആനകൾ കൃഷിയിടത്തിലെത്താൻ കാരണം. വൈദ്യുതി കമ്പിവേലി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പക്ഷി സങ്കേതം അധികൃതർ അറിയിച്ചു. മാതിരപ്പള്ളി ഷോജി വധക്കേസ് ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം നടത്തി. അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നായിരുന്നു ആവശ്യം. യോഗത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു നിർവഹിച്ചു. കാരണം ഈ ആക്ഷൻ കൗൺസിൽ മിനിങ്ങാന്ന് കൂടുന്നതിന് മുൻപ് ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഈ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്ന വലിയൊരു ആഗ്രഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായതാണ്. നാളും ഞാനും CAG ജോർജും കൂടി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ ഫാക്സ് ചെയ്യണം എന്ന് പറയുകയും നഗരസഭയുടെ ഔദ്യോഗിക ലെറ്റർപേഡിൽ ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുകൂടാൻ അന്വേഷിപ്പിക്കണം. നാട്ടിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ജനങ്ങളിൽ ഭീതി വളരെയധികം പടരുകയാണ്. കാരണം സംഭവം നടന്നത് പട്ടാപ്പകലും മരിച്ചത് യുവതിയായ ഒരു വീട്ടമ്മയുമാണ്. ഞങ്ങൾ അതിനെ തുടർന്ന് കാത്തിരിക്കുകയാണ്. കൗൺസിലർ രത്നമ്മ ദാസൻ അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, R അനിൽകുമാർ, CS നാരായണൻ നായർ, അഡ്വക്കേറ്റ് അഭിലാഷ് V മധു, TS സുനീഷ്, CE എലിയാസ്, CPS ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കാനുള്ള ഏതൊരു നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ BMS മുന്നറിയിപ്പ് നൽകി. വ്യവസായത്തെ സംരക്ഷിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും സ്പിരിറ്റ് വിൽപ്പന തടയാനും സർക്കാരാണ് നടപടിയെടുക്കേണ്ടതെന്നും ജനറൽ ബോഡി ചൂണ്ടിക്കാട്ടി. യോഗം സെക്രട്ടറി KN ബാബു ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് VJ പൗലോസിനെതിരെ കോതമംഗലത്ത് SNDPയുടെ പ്രതിഷേധം. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മോശമായി സംസാരിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ പ്രകടനവും പ്രതീകാത്മക ശവദാഹവും നടത്തിയത്. VJ പൗലോസ് മാപ്പ് പറയണമെന്നും SNDP ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടികൾക്ക് യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, സെക്രട്ടറി PS സോമൻ, സജീവ് പാറക്കൽ, MK മണി, KS ഷിനിൽകുമാർ, MB തിലകൻ എന്നിവർ നേതൃത്വം നൽകി. കേരളം മുഴുവൻ ഇന്ന് പ്രതിഷേധത്തിന്റെ അഗ്നി ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു വ്യക്തിയെ ഞങ്ങളൊക്കെ ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം കൺകണ്ട ദൈവമായിട്ട് കാണുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഈ രീതിയിൽ ചിത്രീകരിച്ച VJ പൗലോസിനെ താങ്ങി നിർത്തുന്നത് ഏത് സംഘടനയായാലും ആ സംഘടനയിൽ നാറുമെന്നും അവനെ ചുമക്കുന്നവരാണ്. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രവർത്തക യോഗം TU കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. പ്രസിഡന്റ് ബാബു പോൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ലിസി ജോസിന് സ്വീകരണം നൽകി.
ഷിബു തെക്കുംപുറം, NC ചെറിയാൻ, AT പൗലോസ്, റോയിസ് കറിയ, ജോമി തെക്കേക്കര, അഡ്വക്കേറ്റ് റോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ യുവ നേതാക്കളെ കേരള കോൺഗ്രസ് ജേക്കബിൽ നിന്നും പുറത്താക്കി. യൂത്ത് ഫ്രണ്ട് ജേക്കബ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷാജി ജോസഫ്, സനൽ ജോർജ്, ON ഗിരി തുടങ്ങിയവരെ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെന്നഡി പീറ്ററാണ് പുറത്താക്കിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ മുനിസിപ്പൽ മണ്ഡലം സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്തു. KK എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബേബി M വർഗീസ്, KP അബൂബക്കർ, NC ചെറിയാൻ, ജോർജ് കുര്യാക്കോസ്, PC ജോർജ്, P ബാലൻ, VK ഇബ്രാഹിം, PI ജോർജ്, PC പത്രോസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി എബ്രഹാം കൊമ്പത്ത് പ്രസിഡന്റ്, KK സെബാസ്റ്റ്യൻ, PC പത്രോസ് വൈസ് പ്രസിഡന്റുമാർ, VK ഇബ്രാഹിം സെക്രട്ടറി, PV വർക്കി, CE ഗീവർഗീസ് ജോയിന്റ് സെക്രട്ടറിമാർ, KK എബ്രഹാം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. 4ാം ബ്ലോക്ക് ഉരുൾപൊട്ടലിൽ ദുരന്തത്തിനിരയായവർക്ക് പനങ്കര ജമാഅത്ത് കമ്മിറ്റി സഹായധനം സ്വരൂപിച്ചു നൽകി. സഹായ ഫണ്ട് കമ്മിറ്റി പ്രസിഡന്റ് PM കോയക്കുട്ടി ജോസഫ് വാഴക്കൻ MLAക്ക് കൈമാറി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി കുരുവിള, സന്തോഷ് ജോർജ്, ഇമാം അലി മൗലാന തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 14ാം വാർഡിൽ തൊഴിലുറപ്പ് ജോലിക്കിടയിൽ അപകടം പറ്റിയ തൊഴിലാളിക്ക് സഹായം നൽകി. വീണ് പരിക്കേറ്റ ശാരദ തങ്കപ്പന് 81,184 രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M അബ്ദുൽ കരീം കൈമാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാവുമ്മ അലിയാർ, വാർഡ് മെമ്പർ മുംതാസ് ഷാജഹാൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. MJSSA ചേലാട് ഡിസ്ട്രിക്റ്റിന്റെ ബാലകലോത്സവത്തിൽ ചേലാട് മാർ സ്തേഫാനോ സൺഡേ സ്കൂൾ 1ാം സ്ഥാനം നേടി. പിണ്ടിമന സെന്റ് ജോൺ സൺഡേ സ്കൂളും കീരമ്പാറ സെന്റ് സ്റ്റീഫൻ സൺഡേ സ്കൂളും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഫാദർ എൽദോസ് കാക്കനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം VP ജോയ് ഉദ്ഘാടനം ചെയ്തു. PP മത്തായി, എൽദോസ് ഐസക്, KV സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ നെല്ലിമറ്റം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിമറ്റം സെന്റ് ജോസഫ് ഇടവകയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ യൂണിറ്റ് രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് ഓലിയപ്പുറം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സ്വയം പര്യാപ്തരായിട്ട് കൊച്ചു ഐലൻഡുകളിൽ കഴിയാന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന് ഭാഗമായിട്ട്, അതുകൊണ്ട് തന്നെ ഒരു വില്ലേജിന്റെ സംസ്കാരം, കൂട്ടായ്മയുടെ സംസ്കാരം നമുക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല. ഒരാൾ പോയാൽ അടുത്ത കൊണ്ടുപോകേണ്ട ആവശ്യം നോക്കില്ല. മറ്റു പല സമുദായക്കാരും അവരെടുത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രദേശക്കാരെ മുഴുവൻ പോകും. അവര് ഗൾഫിൽ പോയാൽ എല്ലാവരും അവിടെ കൊണ്ടുപോകും, ജർമ്മനിയിൽ ചെന്നാൽ എല്ലാവരും അവിടെ കൊണ്ടുപോകും, തോന്നുകൾ കൊണ്ടുപോവുകയാണ്. ഒരു സമുദായ ചിന്ത അതിശക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെ അത് ഇത്തിരി പിന്നോട്ട് പോയി. അത് പാരമ്പര്യത്തിന്റെ ഭാഗം നമ്മൾ ആരെയും പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സമുദായ ബോധം, കൂട്ടായ്മയുടെ ചിന്ത ഇതൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് ചെയ്യേണ്ട ക്രൈസ്തവ സ്വാധീനമുണ്ട്. അത് നമുക്ക് കൂടുതൽ ഷെയർ കിട്ടുക എന്നതിലുപരിയായിട്ട് ഈ മേഖലകളൊക്കെ നീതിയും സത്യവും പുലരുന്ന രീതിയിലാണ്. യൂണിറ്റ് പ്രസിഡന്റ് മാമച്ചൻ പെട്ടേനാടൻ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഡോക്ടർ തോമസ് പെരിയപുറം, ഫാദർ ജോസഫ് മക്കോളിൽ, ബിനു മണ്ണൂർ, അഡ്വക്കേറ്റ് VU ചാക്കോ, ഫാദർ അഗസ്റ്റിൻ പടിഞ്ഞാറേക്കൂറ്റ്, ജോയി പിട്ടാപ്പിള്ളിൽ, LC തോമസ്, ജോഫ്രിൻ K പീച്ചാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോയി പോൾ സ്വാഗതവും അനു മെൽവിൻ കൃതജ്ഞതയും പറഞ്ഞു. കേരള വിശ്വകർമ്മ സഭ മാതിരപ്പള്ളി ശാഖയിൽ ഋഷിപഞ്ചമി ദിനം ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡുകൾ MA നാരായണൻ വിതരണം ചെയ്തു. സിന്ധു ഗണേശൻ, VT അനിൽകുമാർ, TN ഗോപാലൻ, VV സുരേഷൻ എന്നിവർ പ്രസംഗിച്ചു. എയറോഫിറ്റ് വ്യായാമ ഉപകരണങ്ങളുടെ നവീകരിച്ച ഷോറൂം കോതമംഗലം വിമലഗിരി സ്കൂളിന് സമീപം ജീവൻ ഹെൽത്ത് ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് ഗ്യാലറിയോടനുബന്ധിച്ച് തുറന്നു. ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് EM ജോണി നിർവഹിച്ചു. ചരമറിയിപ്പ്. നെല്ലിക്കുഴി കീളാംചിറങ്ങര പരേതനായ കുഞ്ഞുമാത്തുവിന്റെ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. വടാട്ടുപാറ വെള്ളം തെറ്റയിൽ അയൂബ് നിര്യാതനായി. 37 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വടാട്ടുപാറ ബദ്രിയ ജുമാ മസ്ജിദിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.